വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ടൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് എരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. നല്ലപോലെ സോട്ടായി കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് പാകമാകുമ്പോൾ കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായി സോട്ടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് മേളത്തിൻ്റെ കായപ്പൊടിയാട്ടോ. കുറച്ചിടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ പാകത്തിനൊപ്പം അതിൻ്റെ കൂടെ മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കര നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടോ. ഈ പിക്കിൾ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പി വേഗം തന്നെ അപ്ലോഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ ഫ്രം റിയൽ ടേസ്റ്റ് ബൈ നൈറ.